theory of columns or buckling of columns. Okay, so in this section we will discuss the buckling behavior of a column subjected to axial and eccentric loading. അപ്പം ഒരു കോളം ബീം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബീമിനെ പോലെ തന്നെ ഇനി കോളം ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കോളത്തിൽ ഒരു ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ലോഡ് കോളത്തിന്റെ സെൻട്രലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് എക്സെൻട്രിക് പൊസിഷനിലാവാം. അങ്ങനെ ഒരു കേസിൽ ഇതാണ് വെർട്ടിക്കൽ കോളം ഞാൻ 2 ഡയമെൻഷനിൽ കാണിക്കുകയാണെങ്കിൽ ലോഡ് ഇതിന്റെ ആക്സിയൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ആക്സിയൽ ലോഡ് എന്ന് പറയും. ഇനി കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സെൻട്രിക് ലോഡ് എന്ന് പറയും. അപ്പം ഇങ്ങനെ ലോഡ് ഒരു കോളത്തിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ബക്ലിംഗ് അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി വിൽ സീ വാട്ട് യു മീൻ ബൈ എ കോളം. ഒരു കോളം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കും. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളംസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ബക്ലിംഗ് എന്താണ്, ബക്ലിംഗും അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നോക്കാം. Okay, the term column is applied to a member that carries compressive axial load. Okay, columns are generally subdivided into the following 3 types according to how they fit. So column means vertical member ആണ് column. ഒരു വെർട്ടിക്കൽ മെമ്പർ അതിൽ കംപ്രസീവ് ആക്സിയൽ ലോഡ്, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്, അതിൽ കംപ്രസീവ് ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സ്ട്രക്ചറൽ മെമ്പേഴ്സിനെയാണ് കോളം എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. കോളം പോലെ തന്നെ സിമിലർലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സ്ട്രെഡ്. കോളംസ് ആൻഡ് സ്ട്രെഡ്. സ്ട്രെഡിലും കംപ്രസീവ് മെമ്പർ ആണ്, ബട്ട് ജനറലി ഇൻക്ലൈൻഡ്, വെർട്ടിക്കൽ അല്ലാതെ ഇൻക്ലൈൻഡ് മെമ്പേഴ്സിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇൻക്ലൈൻഡ് മെമ്പറിൽ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ജനറലി സ്ട്രെഡ് എന്ന പേരുകൊണ്ട് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, so column means it is vertical member which carries compressive axial load. Axial compressive force act ചെയ്യുന്ന vertical മെമ്പറിനെയാണ് കോളം എന്ന് പറയുന്നത്. ഇനി ഈ കോളം ഫെയിൽ ആവുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഈ കോളം ഫെയിൽ ആവുന്നത് അതിനനുസരിച്ച് 3 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഷോർട്ട് കോളം. ഓക്കെ, ഷോർട്ട് കോളം മീൻസ് ഇതൊരു ഷോർട്ട് കോൾ ആണെങ്കിൽ ഇതിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ നമ്മൾ പി എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇത് ക്രഷിംഗ് മൂലമാണ് ഫെയിൽ ആവുന്നത്. ദാറ്റ് ഈസ് ഫെയിൽ ബൈ ക്രഷിംഗ്. അതായത് ഈ സാധനം പൊടിഞ്ഞു പോകുന്നതാണ്. അതിന് ബെൻഡിങ്ങോ ബക്ലിംഗ് അങ്ങനത്തെ ഫെയിലിയർ ഒന്നുമല്ല, ജസ്റ്റ് പൊടിഞ്ഞു പോകുന്നത്. അങ്ങനെ ക്രഷ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കോളംസ് ആർ നോൺ ആസ് ഷോർട്ട് കോളം. സോ ഷോർട്ട് കോളം മീൻസ് ഇറ്റ് ഫെയിൽസ് ബൈ ക്രഷിംഗ്. ദെൻ long column. Long column fail by buckling. If the axial load is increased to a critical value, the initially straight shape of a slender column becomes unstable, causing the column to deflect laterally as shown in figure. Figure ഞാൻ കാണിക്കാം, and eventually collapse. This phenomenon is known as buckling. Okay, so long column buckling മൂലം ഫെയിൽ ആവുന്ന കോളത്തിനെയാണ് ലോങ് കോളം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഒരു കോളത്തിന് ഞാനൊരു ലൈൻ അതിന്റെ ആക്സിസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്താണ്. ഈ ഡോട്ടഡ് ലൈൻ ആണ് കോളത്തിന്റെ ഇനീഷ്യൽ ഷേപ്പ് അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ. നൗ ഞാൻ ഒരു ലോഡ് ആക്ട് ചെയ്തു, ലോഡ് കൊടുത്തു, കംപ്രസീവ് ലോഡ് ഈ കോളത്തിൽ ആക്ട് ചെയ്തു. ഈ കംപ്രസീവ് ലോഡ് ഒരു ഇൻക്രീസ് ചെയ്ത് ഒരു ക്രിട്ടിക്കൽ വാല്യൂ എത്തുമ്പോൾ ഈ കോളം ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇതേപോലെ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ലാറ്ററൽ ഡിഫ്ലക്ഷൻ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തിട്ട് ഫെയിൽ ആവുന്ന കോളത്തിനെയാണ് നമ്മൾ ലോങ് കോളം എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ബക്ലിംഗ് ഓഫ് കോളം എന്ന് പറയാം. ഓക്കെ, സോ ലോങ് കോളംസ് ഫെയിൽസ് ബൈ ബക്ലിംഗ്. ബക്ലിംഗ് മൂലം ഫെയിൽ ആവുന്ന കോളത്തിനെയാണ് ലോങ് കോളം എന്ന് വിളിക്കുന്നത്. നൗ ഷോർട്ട് കോളവുമായി ലോങ് കോളമായി ഇനി ഇന്റർമീഡിയറ്റ് കോളം എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറി ഉണ്ട്. അതായത് അതില് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ്. അതായത് അതില് ക്രഷിങ്ങും ഉണ്ടാവും, കുറച്ച് പോർഷൻ പൊടിഞ്ഞും പോകും, ക്രഷിങ്ങും നടക്കും, അറ്റ് ദ സെയിം ടൈം അതില് ബക്ലിങ്ങും ഉണ്ടാവും, ബെൻഡിങ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ, ലാറ്ററൽ ഡിഫ്ലക്ഷനും ബീമിന് സംഭവിക്കും. ഇങ്ങനെ രണ്ടിന്റെയും കൂടി കോമ്പിനേഷനിലാണ് ബീം ഫെയിൽ ആവുന്നതെങ്കിൽ അതിനെയാണ് കോളം ഫെയിൽ ആവുന്നതെങ്കിൽ അതിനെയാണ് ഇന്റർമീഡിയറ്റ് കോളംസ് എന്ന് പറയുന്നത്. That means failed by a combination of crushing and buckling. Because this mechanism of failure is difficult to analyze, intermediate columns are designed using empirical formulas derived from experiments. So ഇതിനെ
ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നുമില്ല, സൊല്യൂഷൻ. നമുക്ക് ഇതിന്റെ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് എപ്പോഴാണ് ഫെയിൽ ആവുന്ന, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാനൊന്നും ഡയറക്റ്റ് ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കോമ്പിനേഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇതിൽ എംപിറിക്കൽ റിലേഷൻ, അതായത് എംപിറിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പെരിമെന്റ് നടത്തി ഡിറൈവ് ചെയ്തെടുക്കുന്നത്, എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇക്വേഷനെയാണ് എംപിറിക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. സോ എംപിറിക്കൽ റിലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇന്റർമീഡിയറ്റ് കോളംസ് നമ്മൾ ഇന്റർമീഡിയറ്റ് കോളത്തിന്റെ ക്രിട്ടിക്കൽ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന്റെ റാങ്കിങ്സ് ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ ഫോർമുലാസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത് റാങ്കിങ്സ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനത്തെ കുറെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇന്റർമീഡിയറ്റ് കോളം നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. സോ ഈ 3 ടൈപ്പാണ് ഷോർട്ട് കോളം. ഇത് ഓർമ്മിക്കുക, ഷോർട്ട് കോളം അത് ഫെയിൽ ആവുന്നത് ക്രഷിംഗ് മൂലമാണ്. അങ്ങനെ ഷോർട്ട് കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത്, ഫെയിൽ ആവുന്ന ലോഡിനെയാണ് ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത്. ലോങ് കോളം ആണെങ്കിൽ അത് ബക്ലിംഗ് മൂലമാണ്, അതായത് ബെൻഡിങ് ലാറ്ററൽ റിഫ്ലക്ഷൻ മൂലമാണ് ഫെയിൽ ആവുന്നത്. അതുകൊണ്ട് അതിനെ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ ലോഡിന് ക്രിട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് അങ്ങനത്തെ പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ഇന്റർമീഡിയറ്റ് കോളം മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നൗ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ലോഡ് നോക്കാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ക്രിട്ടിക്കൽ ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓയിലേഴ്സ് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. സോ ഫസ്റ്റ് ക്രിട്ടിക്കൽ ലോഡ്, ഒരു കോളത്തിന്റെ ക്രിട്ടിക്കൽ ലോഡ് എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ ലോഡ് ഈസ് നത്തിങ് ബട്ട്, ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദ മാക്സിമം ആക്സിയൽ ലോഡ് ദാറ്റ് എ കോളം ക്യാൻ സപ്പോർട്ട് when it is on the verge of buckling is called critical load, generally denoted by PCR. Okay, so നമ്മളൊരു കോളത്തിൽ ഒരു ലോഡ് കൊടുത്തു, ഒരു പി എന്നുള്ള ലോഡ് കൊടുത്തു. സപ്പോസ് ഞാൻ ലോഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ഈ ബീമിന് ഈ കോളത്തിന് ഡിഫ്ലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബക്കിൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അറ്റ് ദ വേർജ് ഓഫ് ബക്ലിംഗ് എന്നാണ് പറഞ്ഞത്. സോ ആ ടെൻഡൻസി വരുന്ന ആ വാല്യൂവിനെയാണ്, എപ്പോഴാണോ ബക്കിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാനുള്ള ആ ടെൻഡൻസി വരുന്നത്, അത് ഏത് ലോഡിലാണോ ആ ലോഡിനെയാണ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്ത സപ്പോസ് പി ആണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡെങ്കിൽ ഈ പിന്റെ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിന് ഡിഫോൾട്ട് ആയിട്ട് ബെൻഡിങ് വന്നത്, ഇങ്ങനെ ബെൻഡിങ് വന്നത്. സോ ക്രിട്ടിക്കൽ ലോഡ് മീൻസ് ബെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അത് ബക്കിൾ ചെയ്യാൻ തുടങ്ങും. കറക്റ്റ് ടേം ബക്ലിംഗ് ആണ്. കോളത്തിന്റെ കേസിൽ ബീം ആണെങ്കിലാണ് ജനറലി ബെൻഡിങ് യൂസ് ചെയ്യുന്നത്. കോളത്തിന്റെ കേസിൽ ബക്കിൾ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു വാല്യൂ, ആ ലോഡിനെയാണ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ലോഡ്, നമ്മൾ കൊടുക്കുന്ന പി എന്നുള്ള ലോഡ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ലോഡാണ്. അതുകൊണ്ട് ആ ബീമിന് പെർമനന്റ് ആയിട്ട് ആ കോളത്തിന് ബക്ലിംഗ് സംഭവിക്കും. ഓക്കെ, സോ അതാണ് ക്രിട്ടിക്കൽ ലോഡ്. ഇനി നമുക്ക് ഈ മോഡ്യൂളിൽ മൊത്തം കേൾക്കുന്ന ഒരു ടേമാണ് ക്രിട്ടിക്കൽ ലോഡ്. അപ്പം അതേവിടെ കൺഫ്യൂഷൻ ആവരുത്. ക്രിട്ടിക്കൽ ലോഡ് മീൻസ് ഇറ്റ് ഈസ് ദ മാക്സിമം ആക്സിയൽ ലോഡ് ദാറ്റ് കോളം ക്യാൻ സപ്പോർട്ട് വെൻ ഇറ്റ് ഈസ് ഓൺ ദ വേർജ് ഓഫ് ബക്ലിംഗ്. ഓക്കെ, അത് ക്രിട്ടിക്കൽ ലോഡ് കഴിഞ്ഞിട്ട് പിന്നെയും ലോഡ് ഇൻക്രീസ് ചെയ്താൽ അത് ബക്കിൾ ചെയ്ത് പോകും, കോളത്തിന് ബക്ലിംഗ് ഉണ്ടാവും. Now we are going to calculate an expression for this critical load. Okay, ആ ക്രിട്ടിക്കൽ ലോഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓയിലർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓയിലേഴ്സ് തിയറി ഓഫ് ബക്ലിംഗ്, അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓയിലർ ഹാസ് ഡെവലപ്ഡ് എ തിയറി ഓഫ് ബക്ലിംഗ് ഫോർ കോളം ഓർ സ്ട്രെസ്. സ്ട്രെസ് മീൻസ് ഇൻക്ലൈൻഡ് സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുന്നത്, കംപ്രസീവ് ലോഡ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, ബട്ട് മെമ്പർ ഈസ് ഇൻക്ലൈൻഡ്. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിനാണ് സ്ട്രെസ് എന്ന് പറയാം. കോളം മീൻസ് കംപ്രസീവ് ആണ്, ബട്ട് മെമ്പർ ഈസ് വെർട്ടിക്കൽ. Okay, so Euler has developed a theory of buckling for columns or struts, but consider the column already buckled under a particular load while developing the theory of buckling. Okay, അപ്പം ഇങ്ങനെ ഒരു അസംഷനിലാണ് ഓൾറെഡി ബക്കിൾ ചെയ്തത് ബീമിനെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് അസംഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ അസംഷൻസ് ആണ് നമ്മൾ ഓൾറെഡി ടോർഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ, ബെൻഡിങ് ഡിസ്കസ് ചെയ്തപ്പോൾ, എല്ലാത്തിലും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് അസംഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെയും കോളത്തിന്റെ കേസിലും കുറച്ച് അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഈ അസംഷൻസ് തന്നെയാണ് ഈ ഓയിലർ തിയറിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, ഈ അസംഷൻസ് ഇല്ലെങ്കിൽ, അസംഷൻസ് വാലിഡ് അല്ലാത്ത കേസിൽ ഈ ഓയിലർ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ assumptions or limitations of Euler theory means the material of the column is homogeneous and isotropic. നമുക്ക് അറിയുന്നതാണ്, സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ
എല്ലാ ഡെറിവേഷനിലും യൂസ് ചെയ്യുന്ന അസംഷൻ ആണ് മെറ്റീരിയൽ ഓഫ് ദ കോളം ഈസ് homogeneous and isotropic. Compressive load carrying on the column is fully axial. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആക്സിയൽ ലോഡാണ്, എക്സെൻട്രിക് ലോഡ് ഒന്നല്ല. അപ്പോൾ ഇതാണ് കോളം എങ്കിൽ കോളത്തിന്റെ എക്സാക്ട് ആക്സിസിൽ കൂടെയുള്ള ലോഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ കേസിൽ വരുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ദെൻ കോളം ഹാസ് ഫെയിൽ ഓൺലി ഡ്യൂ ടു ബക്ലിംഗ്, അതായത് ബക്ലിംഗ് മൂലം മാത്രമേ ഫെയിലിയർ ഉള്ളൂ. സോ അതിന്റെ മീനിങ് എന്താ? വി ആർ കൺസിഡറിങ് ഓൺലി ഓയിലേഴ്സ് തിയറി ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ലോങ് കോളംസ്. ലോങ് കോളത്തിലാണ് ബക്ലിംഗ് വരുന്നത്. സോ ഈ തിയറി അല്ലെങ്കിൽ ഇതിന്ന് ഡെറൈവ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ലോങ് കോളത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് കോളം ആയാലും ഇന്റർമീഡിയറ്റ് കോളം ആയാലും ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വി ആർ അസ്യൂമിങ് ദാറ്റ് ദ കോളം ഹാസ് failed only due to buckling. Okay. Then weight of the column is negligible. കോളത്തിന്റെ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കോളം ഈസ് ഇനീഷ്യലി സ്ട്രേറ്റ് ആൻഡ് ബക്കിൾ സഡൻലി അറ്റ് എ പെർട്ടിക്കുലർ ലോഡ്. ആ ക്രിട്ടിക്കൽ ലോഡിന്റെ വാല്യൂ എത്തുമ്പോൾ ബക്കിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആസ് യൂഷ്വൽ ഇത് ജനറൽ അസംഷൻ ആണ്. എല്ലാത്തിലും നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫിക്സഡ് എൻഡ്സ് ആർ റിജിഡ് ആൻഡ് സപ്പോർട്ട്സ് എപ്പോഴും റിജിഡ് ആയിരിക്കും. ഹിഞ്ച്ഡ് എൻഡ്സ് ആർ ഫ്രിക്ഷൻലെസ്. ഫ്രിക്ഷൻ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. സോ ഇത്രയും അസംഷൻസ് വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യും. ഓക്കെ. സോ ഫസ്റ്റ് കേസ് ഇതിൽ ഡിഫറെന്റ് കേസസ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഓർ എൻ സപ്പോർട്ട്സ്. അപ്പം ജനറലി നമുക്ക് കോളം നമുക്ക് മെയിൻലി നമ്മൾ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആയാലും ഒക്കെ കോളത്തിന്റെ കേസിൽ വരുന്നത് രണ്ട് കേസും പിൻ ജോയിന്റ് ഇതേപോലെ ഇവിടെ ഒരു പിൻ ജോയിന്റ്. ഇതിപ്പം കുറച്ച് കറക്റ്റ് ആക്ച്വൽ ഡയഗ്രാം വരച്ചാണ്. ജനറലി സിംബോളിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പിൻ ജോയിന്റ് സപ്പോർട്ട് ഉണ്ടാവും, ഇവിടെയും ഒരു പിൻ സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനത്തെ കോളംസ് വരാം. ചിലപ്പം ഒരെൻഡ് ഫിക്സഡ് കോളത്തിൽ ഒരെൻഡ് ഫിക്സ് ആയിരിക്കും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. ഇങ്ങനെ കോളം വരാം. അങ്ങനെ ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ്. എ കോളം വിത്ത് ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഒരു കോളത്തിന്റെ രണ്ട് എൻഡും ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഈ വാല്യൂ ഈ പിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് കൺസിഡർ എ കോളം ഓഫ് ലെങ്ത് എൽ ആൻഡ് ഹൂസ് ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഈ ഐ എന്നുള്ള ടേമിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി. യങ്സ് മോഡുലസ് ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇ മീൻസ് യങ്സ് മോഡുലസ്, ഐ മീൻസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. Okay, a column, consider a column of length L whose flexural rigidity is EI is hinged at both ends. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ഈ ഒരു കണ്ടീഷൻ ഈ ഒരു എൻ സപ്പോർട്ട് ഉള്ള കേസിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഓരോ കേസിലും ഇക്വേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ ഞാൻ ഒരു കേസ് പറഞ്ഞു ഫിക്സഡ് വൺ എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഫ്രീ. ഇനി വേറെ ചില കേസിൽ കോളത്തിന്റെ രണ്ട് എൻഡും ഫിക്സ് ആയിട്ട് വരും, ബോത്ത് എൻഡ്സ് ആർ ഫിക്സ്. അങ്ങനെ ഡിഫറെന്റ് കേസസ് ഉണ്ട്. ഓരോന്ന് നെക്സ്റ്റ് നോക്കാം. സോ ഇങ്ങനെ ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്, എല്ലാണ്. ഈ ലോഡ് ഇത് ഇങ്ങനെയാണ് ഇതിന് ബക്ലിംഗ് വരിക, ബെൻഡിങ് വരിക. എ ബി എന്നുള്ള കോളം ഇങ്ങനെ ബക്കിളാവും. സോ ഇനി നമുക്ക് ഇതിന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ഡിഫ്ലക്ഷനിലൊക്കെ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ ബെൻഡിങ്ങിൽ ചെയ്ത പോലെ തന്നെ മെത്തേഡ് ഓഫ് സെക്ഷൻസ് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു കൺവീനിയന്റ് പോയിന്റ്, സപ്പോസ് ഇവിടെ ഞാൻ ഈ ഒരു ക്യൂ എന്നുള്ള പോയിന്റിലാണ് consider a section at point Q. ഒരു പോയിന്റ് ഒരു കട്ട് സെക്ഷൻ എടുക്കുക. then either you can take the left upper portion. അപ്പോൾ ഇത് വെർട്ടിക്കൽ ആയതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അപ്പർ പോർഷൻ എടുക്കാം, അല്ലെങ്കിൽ സെക്ഷന്റെ ബോട്ടം പോർഷൻ കൺസിഡർ ചെയ്യാം. then as usual നമ്മൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ചെയ്ത പോലെ തന്നെ അതിൽ കണ്ടുപിടിച്ച പോലെ തന്നെ ഇതിൽ ഇതാണ് ഡിഫ്ലക്ഷൻ y ആയിട്ട് വരും. ഓക്കെ. ബീം ഇതിപ്പോ ഹൊറിസോണ്ടലി വെച്ചാൽ ഒരു ബീം ഇങ്ങനെ ഒരു ബീം ഉണ്ടായിരുന്നു, ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ബീമിന് ഇങ്ങനെ ഒരു ബെൻഡിങ് ഉണ്ടായെന്ന് വെച്ചു, കട്ട് സെക്ഷൻ എടുത്തു. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. സോ അതേ സിമിലർ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. സോ കൺസിഡറിംഗ് കട്ട് സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ എൻഡ് എ ഓഫ് ദ കോളം ടു എ ഗിവൺ പോയിന്റ് q ഓഫ് ദ ഇലാസ്റ്റിക് കർവ് ആൻഡ് y is the deflection at that point. സോ ഒരു എൻഡ് എ എന്ന് ഒരു x ഡിസ്റ്റൻസ് അവേ ഒരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്തു.
കൺസ്ട്രക്ഷൻ ക്യൂ എന്നുള്ള ഒരു പോയിന്റ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. നമുക്ക് പറയാൻ എളുപ്പത്തിന് ക്യൂ എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്തു, ആ പോയിന്റ് കൂടെ ഒരു കൺസ്ട്രക്ഷൻ എടുത്തു. ദെൻ ഇവിടെ ഉണ്ടാവുന്ന ഈ ഡിഫ്ലക്ഷൻ, ഡിഫ്ലക്ഷൻ അറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റിൽ ഉണ്ടായ ഡിഫ്ലക്ഷനെ y എന്ന് പേര് വിളിച്ചു. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആക്സിസ് ചൂസ് ചെയ്തത് ഇതാണ്, എക്സ് ആക്സിസ്. നമ്മുടെ എക്സ് ആക്സിസ് ഈ ഡയറക്ഷനും y ആക്സിസ് ഈ ഡയറക്ഷനുമാണ്. ഇറ്റ് ഫോളോസ് ദാറ്റ് the x axis will be vertical. സോ ഇവിടെ എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ് ആക്കി എടുത്തത്. ദെൻ will be vertical and directed downward, and y axis is horizontal and directed to the right. ഇതാണ് y axis ആക്കി എടുത്തത് നമ്മൾ ബീം ഇതുമായിട്ട് സിമിലർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് ആക്സിസ് ചൂസ് ചെയ്തു. ദെൻ ഇവിടുന്ന് ഈ എക്സ് ഡയറക്ഷനിൽ, ഇതാണ് നമ്മൾ എക്സ് ഡയറക്ഷൻ, ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു കൺസ്ട്രക്ഷൻ എടുത്തു. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് പി ആണ്, ഈ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. സപ്പോസ് ഇത് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് വെച്ചു, ക്രിട്ടിക്കൽ വാല്യൂ ലോഡിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. Then consider the equilibrium of the free body, AQ. ഇനി ഞാൻ ഈ ടോപ്പ് പോർഷൻ ആണ് എടുത്തത്, ടോപ്പ് പോർഷന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. സോ ഇവിടെ ഒരു y ഡിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് വരും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ്, ബെൻഡിങ് മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യും. പി ഇവിടെ ഫോഴ്സ് ഉണ്ട്, അതിന് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ട് പി ഡാഷിനുള്ള ഫോഴ്സ് ഉണ്ടാവും. ദെൻ ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ വന്നുകൊണ്ട്, y ഡിഫ്ലക്ഷൻ വന്നുകൊണ്ട് പി വൈ എന്നുള്ള എമൗണ്ടിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി വൈ എന്നുള്ള എമൗണ്ടിൽ ആ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റും എം എന്നുള്ള റൊട്ടേറ്റിംഗ് എഫക്റ്റും ഉണ്ടാവും. Consider the equilibrium of the free body AQ. We find that the bending moment at Q is m is equal to minus py. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഈ ഒരു ആക്സിസ് പ്രകാരം ഇതിനെ വെക്കുമ്പോൾ ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. അപ്പോൾ ബീമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹോൾഡിംഗ് മൂവ്മെന്റ് ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ വന്നത്. ഈ മൂവ്മെന്റിന്റെ വാല്യൂ ഇവിടെ പി ഉണ്ട്, പിയും വൈയും ആണ് ഡിസ്റ്റൻസ്. സോ പി വൈ ആണ് ബെൻഡിങ് മൂവ്മെന്റിന്റെ വാല്യൂ. സോ ഇവിടെ ഒരു ബെൻഡിങ് മൂവ്മെന്റ് ഉണ്ടാവും. ഇന്റേണൽ റെസിസ്റ്റൻസ് കൺസ്ട്രക്ഷൻ എടുത്തപ്പോൾ ഇന്റേണലി ഒരു ബെൻഡിങ് മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് വാല്യൂ ഇസ് പി ഇൻറ്റു വൈ. ഇനി നമുക്കറിയാം ഇത് ശരിക്കും ഒരു ബീം ഡിഫ്ലക്ട് ചെയ്ത മാതിരി, വൈ ആണ് അതിന്റെ ഡിഫ്ലക്ഷൻ. ഇങ്ങനെ ഒരു ബീം ഉണ്ട്, ബീം ഡിഫ്ലക്ട് ചെയ്തതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇ ഐ ഇൻറ്റു, നമുക്ക് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എം എക്സ്. ഇതാണ് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമ്മൾ രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, മെക്കോളസ് മെത്തേഡ് ആണെങ്കിൽ രണ്ട് പ്രാവശ്യം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ വൈ കണ്ടുപിടിക്കാം. സോ അതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ഒരു കേസിൽ, നമ്മുടെ കോളത്തിന്റെ കേസിലും യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് യൂസ് ചെയ്യാം, ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എം എക്സ് ആണ്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ ഇ ഐ എന്നുള്ള ടേം ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എം എക്സ് ബൈ ഇ ഐ എന്ന് കിട്ടും. ഇനി എം എക്സ് ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൂവ്മെന്റിന്റെ വാല്യൂ പി ഇൻറ്റു വൈ ആണ്. പി ആണ് വെർട്ടിക്കൽ ലോഡ്, വൈ ആണ് അതിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. സോ മൈനസ് പി ഇൻറ്റു വൈ ആണ്. സോ എം എക്സിന് പകരം പി ഇൻറ്റു വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ ഇ ഐ ഇൻറ്റു വൈ എന്ന് വരും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ബൈ ഇ ഐ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ ഒന്ന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടേമിനെ, പി ബൈ ഇ ഐ എന്നുള്ള ടേമിനെ ഞാനൊരു ആൽഫ സ്ക്വയർ എന്നുള്ള പേരിട്ട് വിളിച്ചു. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ ഓൾറെഡി നമുക്ക് മാത്സിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഇതിന്റെ വൈന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടല്ല വൈ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്താണ് വൈ കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുല, നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടാണ് വൈന്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഇക്വേഷൻ, ഇതൊരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, നിങ്ങളൊരു മാത്സിൽ പഠിച്ചിട്ടുണ്ടോ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ്, പല ടൈപ്പ് സൊല്യൂഷൻസ്, പല ഓരോ
ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താ, ജനറൽ സൊല്യൂഷൻ എന്താണ്? സോ y is equal to a sin alpha x plus b cos alpha x എന്നാണ് ഇതിന്റെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന y-ന്റെ ഇക്വേഷൻ, y-ന്റെ എക്സ്പ്രഷൻ. വേർ ദിസ് a and b, ഈ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫ്ലക്ഷനിൽ ചെയ്ത മാതിരി തന്നെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. n കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ദ വാല്യൂ ഓഫ് കോൺസ്റ്റൻസ് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ടു ഫൈൻഡ് ദ കോൺസ്റ്റൻസ് എ ആൻഡ് ബി വി വിൽ അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻ. നമ്മളെ കോളത്തിന് നോക്കുകയാണെങ്കിൽ ഇതാണ് വെർട്ടിക്കൽ കോളം, സിംഗിൾ ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, പിൻ ജോയിന്റ് ആയ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, ഇവിടെയും ഒരു സപ്പോർട്ട് റിയാക്ഷൻ പി ഉണ്ട്. ഈ വാല്യൂ പി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഈ രണ്ട് പോയിന്റിലും ഇപ്പൊ ഇത് ഡിഫ്ലക്ട് ചെയ്തത് ഇങ്ങനെയാണ് ഇതിന് ഡിഫ്ലക്ഷൻ ഉണ്ടായത് അല്ലെ, ഇതിന്റെ ഇലാസ്റ്റിക് കർവ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഡിഫ്ലക്ഷൻ. സോ ഈ രണ്ട് പോയിന്റിലും ഈ പോയിന്റിലും ഡിഫ്ലക്ഷൻ 0 ആണ്. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ എക്സ് ആക്സിസ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് എടുത്തത്. എക്സ് 0 ആവുമ്പോൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, ഈ പോയിന്റിൽ എക്സ് 0 ആവുമ്പോൾ വൈ 0 ആണ്, ഡിഫ്ലക്ഷൻ 0 ആണ്. അതേപോലെ എക്സ് ടോട്ടൽ ലെങ്ത് ഈ എൽ ആവുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എൽ ആവുമ്പോഴും വൈ 0 ആണ്. സോ അത് രണ്ടുമാണ് നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 വൈ 0 ആണ്, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ഓൾസോ വൈ 0. ഇനി ഈ രണ്ട് കണ്ടീഷനും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y is equal നമ്മൾ കിട്ടിയ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷനിൽ y is equal to a sin alpha x plus b cos alpha x എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോൺസ്റ്റന്റ് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് x is equal to 0, y 0 ആണ്. സോ ഇക്വേഷൻ എന്തായി പോകും? 0, y 0 കൊടുക്കുക, 0 is equal to a sin 0 plus b cos 0 എന്ന് വരും. then sin 0 0 ആണ്, സോ ഇത് 0 ആയി പോകും. സോ b cos 0 is equal to 0 എന്ന് വരും. b cos 0 is equal to 0. so cos 0 is 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? b is equal to 0 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ b is equal to 0 ആയിരിക്കും. then apply the second boundary condition. നമ്മൾ ഇതിലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. x is equal to l, y is equal to 0. അത് കൊടുക്കുമ്പോൾ എന്ത് വരും? y 0 ആണ്, x ന് l എന്ന് കൊടുക്കും, a sin ആൽഫ l. ഇനി ഈ ടേം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, b ഓൾറെഡി 0 ആണ്. സോ ഇങ്ങനെ കിട്ടും. സോ a sin ആൽഫ l is equal to 0 എന്ന് വരും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് ഇക്വേഷൻ 4 എന്ന് വിളിച്ചത്. ഇതിനെ ഞാൻ ഇക്വേഷൻ 4 എന്ന് വിളിച്ചു. a sin ആൽഫ l is equal to 0. This equation is satisfied if a is equal to 0 or if sin alpha l is equal to 0. So ഈ ഇക്വേഷൻ എപ്പോഴൊക്കെയാണ് 0 ആവുക? a sin alpha l 0 ആവണമെങ്കിൽ ഒന്നുകിൽ a ന്റെ വാല്യൂ 0 ആവണം, അല്ലെങ്കിൽ sin alpha l 0 ആവണം. ഓക്കെ, സോ ഈ a, if the first of this condition is satisfied, equation 3 reduces to y is equal to 0 and the column is straight. So നമുക്ക് a 0 കൊടുത്തു കഴിഞ്ഞു. a is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായി പോകും? y is equal to കംപ്ലീറ്റ് എന്തായി പോകും? a 0 ആണ്, b ഓൾറെഡി 0 ആണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ y is equal to 0 എന്നായി. y 0 മീൻസ് അതിന്റെ മീനിങ് എന്താ? ഈ ബീമിന്, ഇതാണ് ബീം, ഇവിടെയാണ് നമ്മുടെ ലോഡ് ഉള്ളത്. ഈ ബീം, ഈ കോളം ഇങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്തത്. സോ y 0 മീൻസ് ദിസ് ഡിഫ്ലക്ഷൻ, ഈ ഡിഫ്ലക്ഷൻ 0 ആണ്. ബീമിന് തീരെ ഡിഫ്ലക്ഷൻ ഇല്ല എന്നുള്ളത് കണ്ടീഷൻ ആയിരിക്കും. ബട്ട് നമ്മൾ ഓയിലേഴ്സ് തിയറിയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി കോളത്തിന് ഒരു ഡിഫ്ലക്റ്റഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ഉണ്ട് എന്നുള്ള അസംപ്ഷനിലാണ് നമ്മൾ എല്ലാ ഡെറിവേഷനും സ്റ്റാർട്ട് ചെയ്തത്. സോ ഇവിടെ ഒരു വൈനൊരു വാല്യൂ ഉണ്ട്. സോ ഒരു ഡിഫ്ലക്ഷൻ, ബീമിന് ഒരു കോളത്തിന് ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ പോസിബിൾ നമുക്ക് എടുക്കാൻ പറ്റിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 0 ആണ്. a 0 ആയിപ്പോയാൽ ഓട്ടോമാറ്റിക്കലി ഈ ഡിഫ്ലക്ഷൻ 0 ആയിപ്പോകും. ഡിഫ്ലക്ഷൻ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയിപ്പോകും. കംപ്ലീറ്റ് ഇക്വേഷൻ 0 മീൻസ് ദർ ഇസ് നോ ബക്ലിംഗ്. കോളം നമ്മൾ കൺസിഡർ ചെയ്ത കോളത്തിന് ബക്ലിംഗ് ഇല്ലാത്ത കോളം ആണെന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തും. ബട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഓൾറെഡി അസ്യൂം ദാറ്റ് ദർ ഇസ് സം ബക്ലിംഗ് അല്ലെ, കോളത്തിന് കുറച്ച് ഓൾറെഡി ബക്ലിംഗ് ഉണ്ട് എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ ഓയിലർ തിയറം സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് ഈ കണ്ടീഷൻ ചൂസ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ടേക്ക് സൈൻ ആൽഫ എൽ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ കണ്ടീഷൻ എടുക്കുമ്പോൾ ഈ വാല്യൂ സൈനിന്റെ വാല്യൂ എപ്പോഴൊക്കെയാണ് 0 ആവുക? സൈനിന്റെ വാല്യൂ 0 ആവുന്ന കേസാണ് ഇവിടെ പറഞ്ഞത്. ഇത് ആൽഫയാണ്. സൈൻ
വാല്യൂ സീറോ ആവുന്ന എപ്പോഴാണ്? സൈൻ 0 ആണ്, സൈൻ 91, സൈൻ 180 അഗെയിൻ 0, അങ്ങനെ 0 180 അങ്ങനെ പോകും. അതായത് പൈ എൻ പൈന്റെ വാല്യൂസിലാണ് ഈ ആൽഫ എൽ എന്നുള്ളത് എൻ പൈ ആവുമ്പോഴാണ് n ഈസ് ഈക്വൽ ടു നമുക്ക് ന്യൂമറിക്കൽ 1 2 3 4 എന്നുള്ളത് കൊടുത്തിട്ട് പോകും. ഈ വാല്യൂസിലാണ് സൈനിന്റെ വാല്യൂ 0 ആവുക. സൈൻ ആൽഫ എൽ ഈസ് ഈക്വൽ ടു 0 മീൻസ് ദ ആൽഫ എൽ ഈസ് എൻ പൈ. സോ നമുക്ക് എന്ത് കിട്ടും? ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ബൈ ഇ ഐ ആണ്. അതിന് നമുക്ക് പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ ഇൻറ്റു ഇ ഐ ആണ് അല്ലെ. ലോഡ് പി ഈസ് ഈക്വൽ നമ്മൾ കൊടുക്കുന്ന ക്രിട്ടിക്കൽ ലോഡ് പി ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻറ്റു ഇ ഐ ആണ്. സോ ഇതിന്ന് നമുക്ക് ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആൽഫ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ഒരു കണ്ടീഷൻ സൈൻ ആൽഫ എൽ ഈസ് ഈക്വൽ ടു 0 വരുന്ന എല്ലാ വാല്യൂസും, അതായത് 0 180 എല്ലാ പോസിബിൾ വാല്യൂസും, 0 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, 180 360 അങ്ങനെ ഹയർ ഓർഡർ ടേംസ് മേലോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫ്രം ദാറ്റ് മീൻസ് ആൽഫ എൽ ഈസ് ഈക്വൽ ടു എൻ പൈ. ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഈ എൻ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് സൈൻ ആൽഫ എൽ 0 ആവും. ഫ്രം ദാറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് വരും. സോ പി എന്ത് വരും? ഇവിടെ നമുക്ക് പി എന്ത് വരും? ആൽഫയ്ക്ക് പകരം ഇവിടെ നമുക്ക് കിട്ടിയത് എൻ പൈ ബൈ എൽ ആണ്. സോ എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ ഐ എന്ന് വരും. സോ സ്ക്വയർ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ പി. പി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ക്രിട്ടിക്കൽ ലോഡ്. ആ ലോഡിലാണ് ഇത് ബക്കിൾ ചെയ്യുന്നത്. സോ പി ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇ ബൈ എൽ സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ദെൻ നമ്മൾ എടുക്കുമ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് 1 2 3 n ഈസ് ഈക്വൽ ടു 1 2 3 അങ്ങനെ എന്ത് വേണയാവും. ഇതിൽ ഏറ്റവും മിനിമം പോസിബിൾ വാല്യൂ, മിനിമം ആയിട്ടുള്ള പോസിബിൾ വാല്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ത് എടുക്കണം? n എടുക്കുന്നതാണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. The smallest of these values of p defined in equation 5 is corresponding to n is equal to 1. So we can write the critical load. ഈ ലോഡിലാണ് ഇത് ബെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അസംഷനിലാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ the critical load is equal to pi square ei by l square. ഇതിനെയാണ് ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. P critical is equal to pi square ei by l square. ഈ ഇക്വേഷൻ ഓർമ്മിച്ചു വെക്കുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് if both ends of the column both ends are hinged. കോളത്തിന്റെ രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ. വേർ ഇതിന്റെ ഓരോ ടേമും നോക്കുക. പി ക്രിട്ടിക്കൽ ഈസ് ദ ക്രിട്ടിക്കൽ ഓർ മാക്സിമം ആക്സിയൽ ലോഡ് ഓൺ ദ കോളം ജസ്റ്റ് ബിഫോർ ഇറ്റ് ബിഗിൻസ് ടു ബക്കിൾ. ഓക്കെ, ആ ബക്കിളിംഗിനുള്ള ടെൻഡൻസി തുടങ്ങിയപ്പോൾ ഉള്ള വാല്യൂ ആണ് പി ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. This load must not cause the stresses in the column to exceed the proportional limit. അത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തതാണ്. എല്ലാം പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൽ ഇലാസ്റ്റിക് റീജിയനിലാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ബെൻഡിങ് ആയാലും ടോർഷനിലായാലും എല്ലാം വിത്തിൻ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിലുള്ള സ്ട്രെസ്സസ് മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുള്ളൂ. സോ പി ക്രിട്ടിക്കൽ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ എ ബൈ എൽ സ്ക്വയർ. വേർ ക്രിട്ടിക്കൽ പി ക്രിട്ടിക്കൽ മീൻസ് ഇറ്റ് ഈസ് ദ ലോഡ് അറ്റ് വിച്ച് ദ കോളം ജസ്റ്റ് ബിഗിൻസ് ടു ബക്കിൾ. ബക്കിളിംഗ് തുടങ്ങുന്ന ആ പോയിന്റ്. ദെൻ ഇ ഈസ് ദ നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദെൻ ഐ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഐ ഈസ് നിങ്ങൾക്കിപ്പം ഒരു ഐ എന്നുള്ളത് എപ്പോഴും മിനിമം ഐ ആണ് എടുക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സർക്കിൾ ക്രോസ് സെക്ഷൻ ആണെങ്കിലും ഏത് ഡയറക്ഷൻ എടുത്താലും എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ, ഇപ്പൊ ഞാൻ ഒരു സർക്കിൾ എടുത്ത് ഇങ്ങനെ ഒരു സർക്കുലർ കോൺ ആണെങ്കിൽ നിങ്ങൾ ഏത് ആക്സിസ്, ഇത് എ എന്നുള്ള ആക്സിസ് എടുത്താലും ബി എന്നുള്ള ആക്സിസ് എടുത്താലും ഏത് ആക്സിസ് എടുത്താലും മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആണ്. ഓക്കെ, അങ്ങനത്തെ കേസിൽ പ്രശ്നമില്ല. പക്ഷെ ചില ഇറഗുലർ ഷേപ്പ്, ഇപ്പൊ റെക്ടാംഗുലർ കോളം ഒക്കെ ആണെങ്കിൽ, റെക്ടാംഗുലർ ഷേപ്പ് ക്രോസ് സെക്ഷനുള്ള കോളം ഒക്കെ ആണെങ്കിൽ ഏത് ആക്സിസിലാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മിനിമം ആവുന്നത്, ലോവസ്റ്റ് വാല്യൂ ആവുന്നത്, ആ ഒരു ആക്സിസിലായിരിക്കും ഈ കോളം ബക്കിൾ ചെയ്യുക. അതായത് ആ ആക്സിസിലായിരിക്കും ഈ കോളം വീക്ക് ആവുക. ഓക്കെ, ആ വീക്ക് ആവുന്നത് ഏത് ആക്സിസിലാണോ അതിലാണ് ഇത് ബക്കിൾ ചെയ്യുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മിനിമം ആവുന്നത് ഏത് ആക്സിസിലാണോ അതിലാണ് ഇത് ബക്കിൾ ചെയ്യുക. സോ നമ്മൾ ക്രിട്ടിക്കൽ ലോഡ് കാണുമ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇപ്പൊ രണ്ട് ആക്സിസ്, ഇപ്പൊ ഇത് എക്സ് ആക്സിസും
ഇത് y ആക്സിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ് കണ്ടുപിടിച്ച് നോക്കണം ഫോർ ദിസ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. സിമിലർലി മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസും കണ്ടുപിടിച്ച് നോക്കുക. അതിൽ ഏതാണോ മിനിമം അത് വേണം ചൂസ് ചെയ്യാൻ. കാരണം ആ മിനിമത്തിലാണ് ഇതിന് ബെൻഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ബക്ലിംഗ് ഉണ്ടാവുക. ആ ഡയറക്ഷൻ മിനിമം വരുന്ന ആക്സിസിലാണ് ഈ കോളം ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് മിനിമം എടുക്കും. ഐ ഇസ് ദ, അത് ഓർമ്മിച്ച് വെക്കുക, തെറ്റിക്കരുത്. ഐ ഇസ് ദ ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർ ദ കോളം ക്രോസ് സെക്ഷണൽ ഏരിയ. ദെൻ എൽ ഇസ് ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കോളം ഹൂസ് എൻഡ്സ് ആർ പിൻ. നമ്മൾ രണ്ട് പിൻ ചെയ്തിട്ടുള്ള കോളത്തിന്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. ഇവിടെ നോട്ട് വന്നിട്ട് തന്നിട്ടുണ്ട്. നോട്ട് ഇൻ ദിസ് കേസ് of a column with a circular or square cross section, the moment of inertia I of the cross section is the same about any centroidal axis. So symmetrical shape ആണെങ്കിൽ സ്ക്വയർ, സർക്കിൾ അങ്ങനത്തെ ഷേപ്പ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏത് ഡയറക്ഷനിലായാലും മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും. സോ നമുക്ക് മിനിമം മാക്സിമം എന്നുള്ള ഡിഫറൻസ് ഒന്നും വരില്ല. ഏതെങ്കിലും ഒരു ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കും. ബട്ട് and the column as slightly working in the any particular except for the other shapes of cross section, the critical load should be computed making I is equal to I minimum in previous equation. അതായത് ഈ ഇക്വേഷനിൽ നിങ്ങൾ I എടുക്കുന്നത് എപ്പോഴും I minimum ആയിരിക്കും. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക. P critical is equal to pi square E I minimum divided by L square. ഇതാണ് Euler's equation for buckling, critical load, buckling load, critical load or buckling load. ഇതിനെ നമ്മൾ ഒന്നും കൂടി മാറ്റി നമുക്ക് ക്രിട്ടിക്കൽ ലോഡാണ് കണ്ടുപിടിച്ചത്. അതിന് പകരം നമുക്ക് ക്രിട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കും. ക്രിട്ടിക്കൽ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. പി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സിഗ്മ ക്രിട്ടിക്കൽ മീൻസ് നമുക്ക് എന്ത് എഴുതാം? പി ക്രിട്ടിക്കൽ ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എഴുതാം. ലോഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇപ്പം കണ്ടുപിടിച്ച ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡിന്റെ ഇക്വേഷനെ ക്രിട്ടിക്കൽ സ്ട്രെസിന്റെ ടേംസിലേക്ക് മാറ്റാം. സോ ക്രിട്ടിക്കൽ ലോഡ് പി സി ആർ ഇസ് ഈക്വൽ ടു എ എന്ന് വരും. Then PCR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ആണ്. സോ സിഗ്മ ക്രിട്ടിക്കൽ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ ഒരു എ കൂടി വരും. പി ക്രിട്ടിക്കൽ ബൈ ഏരിയ എ എൽ സ്ക്വയർ എന്ന് വരും. നൗ we already studied in engineering mechanics. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് in terms of radius of gyration എഴുതാൻ പറ്റും. മൊമെന്റ് ഓഫ് ഇനേഷ്യ is nothing but a into k square ആണ്. where k is the radius of gyration. അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ is a into r square. radius of gyration k അല്ലെങ്കിൽ r എന്നുള്ള രണ്ട് ലെറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ r എന്നാണ് യൂസ് ചെയ്തത്. നിങ്ങൾ ഏതാണോ മെക്കാനിക്സിൽ പഠിച്ചത് അതേ ലെറ്റർ സിമ്പിൾ യൂസ് ചെയ്യാം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ is area into radius of gyration square ആണ്. I is equal to a r square. So ഇത് I minimum ആയതുകൊണ്ട് നിങ്ങൾ എന്തെടുക്കണം? ഈ റേഡിയസ് ഓഫ് ഗൈറേഷനും മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ ഏതാണോ വരുന്നത് ആ റേഡിയസ് ഓഫ് ഗൈറേഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മിനിമം മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടൂ. സോ ഈ ഒരു കണ്ടീഷനും കൂടി ഈ ഒരു ഇക്വേഷനും കൂടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ I എന്നുള്ള പൊസിഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? a r സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. where r is the radius of gyration. So sigma critical is equal to pi square E into a r square divided by a into L square എന്ന് വരും. a cancel ചെയ്ത് പോകും. So critical ലോഡിനെ നമ്മൾ സ്ട്രെസ്സിന്റെ ടേംസ് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ സ്ട്രെസ് pi square E r square by L square എന്ന് വരും. അതിന് ഒന്നും കൂടി ഈ ആറിനെ ഞാൻ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ pi square E by L by r whole square എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. where this L by R, ഈ L by R എന്നുള്ള ടേമിനെ വിളിക്കുന്ന പേരാണ് it is known as slenderness ratio. L by R. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം. സിഗ്മ ക്രിട്ടിക്കൽ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഡിവൈഡ് ബൈ എൽ ബൈ ആർ ഹോൾ സ്ക്വയർ where R is the smallest or minimum radius of gyration of the column determined by R is equal to root I by A അല്ലെങ്കിൽ I is equal to AR square. where I is the least moment of inertia of the column cross sectional area. The quantity L by R is the slenderness ratio of the column. The minimum value of the radius of gyration R should be used to obtain the slenderness ratio and the critical stress in the column. ഇതൊന്ന് ഓർമ്മിച്ചു വെക്കുക. എപ്പോഴും കോളത്തിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ എടുക്കേണ്ടത് ഡിഫറെന്റ് ഇറഗുലർ സിമെട്രിക് ഷേപ്പ് അല്ലാത്ത I സെക്ഷനോ C സെക്ഷനോ L sectional അല്ലെങ്കിൽ rectangular beam ഒക്കെ തരികയാണെങ്കിൽ you have to calculate moment of inertia with respect to x axis and y axis. Then take the minimum
or lowest value, minimum possible moment of inertia. You have to choose the minimum moment of inertia. Okay. അതേപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണെങ്കിലും മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ വെച്ചിട്ട് നിർത്താം. സോ ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പൈ സ്ക്വയർ ക്രിട്ടിക്കൽ ലോഡ്, ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് ഈസ് പൈ സ്ക്വയർ EI by L square. ഓക്കെ.